ചെക്കേർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSCയുടെ LGSന്റെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ 1000-ഓളം ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രസ്തുത ഒഴിവുകളിലേക്കുള്ള നിയമനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ 17-ന് അവസാനിച്ച റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാവുന്ന രീതിയിലാണ് ഒഴിവുകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റില് പുതിയ നിയമനങ്ങളൊക്കെ തന്നെ ആ റാങ്ക് ലിസ്റ്റിൽ അവസാനിച്ച റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഈ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിൽ നിന്നുള്ള അഡ്വൈസുകളൊക്കെ തന്നെ വരാനുള്ള സമയം ഇനിയും ഉണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചു എന്ന ഒരു വിഷമത്തോടു കൂടി തന്നെ ഇനി തങ്ങൾക്ക് നിയമനം കിട്ടില്ല എന്ന ഒരു വിഷമത്തോടു കൂടി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പല ഉദ്യോഗാർത്ഥികളും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ കാലാവധി തികയുന്ന അവസാന നാളുകളിലായിട്ട് 1000-ഓളം ഒഴിവുകളാണ് PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവയുടെ ജില്ലാ തിരിച്ചുള്ള കണക്കുകളൊക്കെ തന്നെ PSC ക്രോഡീകരിച്ചിട്ടുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റില് നിയമന ശുപാർശ തയ്യാറാക്കുമെന്നാണ് PSCയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിലൂടെ ഇതേ തസ്തികയുടെ പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു കാണും അല്ലെ. ജൂലൈ 18-ന് നിലവിൽ വന്ന റാങ്ക് പട്ടികയുടെ കാലാവധി കഴിഞ്ഞ 17-ന് രാത്രി 12-ന് അവസാനിച്ചിട്ടുണ്ടായിരുന്നു പഴയ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അതിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിലേക്ക് ഈ റാങ്ക് പട്ടികയിൽ നിന്നാണ് നിയമനം നടത്തുന്നത്. പരമാവധി ഒഴിവുകൾ എല്ലാ വകുപ്പുകളും ജൂലൈ 17-നകം PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. അതനുസരിച്ച് 2 ആഴ്ചയിലായി 1000-ഓളം ഒഴിവുകളാണ് PSCയിൽ എത്തിയത്. അതിന്റെ നിയമന ശുപാർശയൊക്കെ തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഓഗസ്റ്റിൽ തന്നെ നിയമന ശുപാർശകളൊക്കെ തന്നെ നടപ്പിലാക്കുന്നതാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ നിയമന ശുപാർശ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ റൊട്ടേഷൻ അനുസരിച്ചുള്ള നിയമന ശുപാർശകളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പുതിയ റാങ്ക് പട്ടികയിൽ 17,542 പേരാണ് ഉള്ളത്. അത് പഴയ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിച്ചതിന് പിറ്റേ ദിവസം തന്നെ പുതിയത് പ്രസിദ്ധീകരിച്ചു. 14 ജില്ലകളിലായിട്ട് 17,542 പേര് റാങ്ക് പട്ടികയിലുണ്ട്. മുൻ റാങ്ക് പട്ടികയിൽ 16,227 പേരാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ 1,315 പേര് കൂടുതലാണ്. അതുപോലെ തന്നെ പൊതുവെ റാങ്ക് പട്ടികകളിൽ ചെറുതാക്കുന്ന PSC ലാസ്റ്റ് ഗ്രേഡ് ഉദ്യോഗാർത്ഥികളെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് ഏറ്റവും വലിയ റാങ്ക് പട്ടിക, 2,222 പേരുണ്ട്. 711 പേരുള്ള വയനാട്ടിലാണ് ഏറ്റവും ചെറിയ റാങ്ക് പട്ടിക ഉള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ റാങ്ക് പട്ടിക അവസാനിച്ച ഉദ്യോഗാർത്ഥികൾ ഇനി തങ്ങൾക്ക് റാങ്ക് പട്ടികയിൽ ഇടം നേടാനുള്ള അവസരം ഇല്ലാതെ വരുന്ന ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ ഏജ് ഓവർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്, സന്തോഷം നൽകുന്ന വാർത്തയാണ്, പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെ ഇനിയുള്ള കഴിഞ്ഞ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ അനുസരിച്ചുള്ള നിയമന ശുപാർശകളൊക്കെ തന്നെ ഉടൻ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് റൊട്ടേഷൻ അനുസരിച്ച് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.